ഇയ്യോബ് അധ്യായം 14. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ്സുകാരനും ദുരിത സമ്പൂർണനും ആകുന്നു. അവൻ പൂ പോലെ വളർന്നു പൊഴിഞ്ഞ് പോകുന്നു, നിലനിൽക്കാത്ത നിഴൽ പോലെ ഓടിപ്പോകുന്നു. അവൻ്റെ നേരെയാണോ തൃക്കണ്ണുകൾ നോക്കുന്നത്? അവനെയാണോ നീ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുന്നത്? അശുദ്ധനിൽ നിന്ന് നിർമ്മലനെ ആര് തരും? ഒരുവനുമില്ല. അവൻ്റെ ജീവകാലത്തിന് പരിധിയുണ്ടല്ലോ. അവൻ്റെ മാംസങ്ങളുടെ സംഖ്യ നിന്റെ പക്കലിരിക്കുന്നു. അവന് ലംഘിച്ചുകൂടാത്ത പ്രമാണം നീ വച്ചിരിക്കുന്നു. അവൻ ഓരോ കൂലിക്കാരനെ പോലെ വിശ്രമിച്ചു തൻ്റെ ദിവസത്തിൽ ആശ്വസിക്കട്ടെ. ഓരോ വൃക്ഷത്തിന് പോലും പ്രത്യാശയുണ്ട്. അതിനെ മുറിച്ചാൽ പിന്നെയും തളിർക്കും, അതിനുള്ള ശാഖകൾ വീണ്ടും ഉണ്ടാകും. അതിൻ്റെ വേര് നിലത്ത് വഴുകി പോയാലും അതിൻ്റെ മുള മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് തളിർക്കും. ഇളം തൈ പോലെ തളിരിടും. മനുഷ്യൻ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു. മനുഷ്യൻ്റെ പ്രാണൻ പോയാൽ പിന്നെ അവൻ ഇവിടെ? സമുദ്രത്തിലെ വെള്ളം പോയിപ്പോകും പോലെയും നദി വറ്റി ഉണങ്ങുന്നത് പോലെയും മനുഷ്യൻ കിടന്നിട്ടെഴുന്നേൽക്കുന്നില്ല. ആകാശമില്ലാതെയാകും വരെ അവർ ഉണരുന്നില്ല, ഉറക്കത്തിൽ നിന്നുണരുന്നില്ല. അങ്ങ് എന്നെ പാളയത്തിൽ മറച്ചു വയ്ക്കുകയും നിന്റെ ക്രോധം കഴിയുവോളം എന്നെ ഒളിപ്പിക്കുകയും എനിക്ക് ഒരു സമയപരിധി നിശ്ചയിച്ച് എന്നെ ഓർക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? വാർദ്ധക്യം വരുന്നതുവരെ അവൻ്റെ യൗവനകാലം പ്രതീക്ഷയോടെയിരിക്കും. അങ്ങ് വിളിക്കും, ഞാൻ അങ്ങയോട് ഉത്തരം പറയും. നിന്റെ സൃഷ്ടിയോട് നിനക്ക് താല്പര്യമുണ്ടാകണമേ. ഇപ്പോഴോ നീ എൻ്റെ കാലടികളെ എണ്ണരുതേ. എൻ്റെ പാപം എന്നോട് നീ ഓർക്കരുതേ. എൻ്റെ അതിക്രമം ഒരു സഞ്ചിയിലാക്കി മുദ്രയിടണമേ. എൻ്റെ പാപങ്ങൾ എന്നിൽ നിന്നും അകറ്റണമേ. മലകൾ വീണു പൊടിയുന്നു, പാറയും സ്ഥലം വിട്ട് മാറിപ്പോകുന്നു. വെള്ളം കല്ലുകളെ തേയുമാറാക്കുന്നു. അതിൻ്റെ പ്രവാഹം നിലത്തെ പൊടിയെ ഒഴുക്കിക്കളയും. നീ മനുഷ്യൻ്റെ പ്രത്യാശയെ നശിപ്പിക്കുന്നു. നീ അവനെ ബലപ്പെടുത്തും, അവൻ നടക്കും. അവൻ്റെ മുഖം ലജ്ജിതമാകുമ്പോൾ അവനെ അയച്ചു കളയുന്നു. അവൻ്റെ പുത്രന്മാർ വർദ്ധിക്കുമോ എന്ന് അവൻ അറിയുന്നില്ല. അവർക്ക് താഴ്ച ഭവിക്കുന്നത് അവൻ ഗ്രഹിക്കുന്നതുമില്ല. തന്നെപ്പറ്റി അവൻ്റെ ശരീരം വേദനപ്പെടുകയും തന്നെക്കുറിച്ച് തന്നെ അവൻ്റെ മനസ്സ് ദുഃഖിക്കുകയും ചെയ്യുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ.